വേദനിപ്പിക്കുന്ന ഓർമ്മകളെക്കാളും എത്ര വർഷം കഴിഞ്ഞാലും ഒരു മനുഷ്യന്റെ മനസ്സിൽ മായാതെ മുറിവായി നിൽക്കുന്നത് എന്താണെന്നറിയോ? നമ്മളൊന്നും അറിയാത്ത പ്രായത്തിൽ നമ്മൾ പോലും അറിയാത്ത ഒരു കാര്യത്തിന് ചിലര് നമ്മളെ കുറ്റപ്പെടുത്തി നമ്മൾ അത്രയും അപമര്യാദയായി ഒരു കൂട്ടത്തിനുള്ളിലിട്ട് നമ്മളെ കുറ്റം പറഞ്ഞ് നമ്മളെ മുറിവേൽപ്പിച്ച വാക്കുകൾ ഓർത്തിട്ടാണ്. ഈ വാക്കുകൾ പറഞ്ഞത് നമ്മളെ മര്യാദ പഠിപ്പിച്ചു തരേണ്ട ആളുകൾ തന്നെ ആണെങ്കിലോ അത് എത്രമാത്രം വേദനയായിട്ടുള്ള ഒരു കാര്യമാണ്. വാഴ 2 എന്ന സിനിമ കണ്ടപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ റിലേറ്റബിൾ ആയിട്ടുണ്ടായിരുന്നത് ആ സ്ത്രീകളായിട്ടുള്ള അധ്യാപകര് കുട്ടികളെ സ്ലഡ് ഷെയിം ചെയ്യുന്നതാണ്. നമ്മൾ എപ്പോഴും പറയും ഒരു സ്ത്രീക്കാണ് മറ്റൊരു സ്ത്രീയെ മനസ്സിലാക്കാൻ പറ്റുക. അതും നമുക്ക് മര്യാദ പഠിപ്പിച്ചു തരേണ്ട സ്ത്രീകളായിട്ടുള്ള അധ്യാപകര് അവരുടെ അതേ ജെൻഡറിലുള്ള പെൺകുട്ടികളോട് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഒരുങ്ങി നടക്കുന്നത്, കണ്ട ചെക്കന്മാരെ കാണിക്കാനല്ലേ, ചെക്കന്മാരുടെ കൂടെ പോവാനല്ലേ എന്നൊക്കെ ഒരു കൂട്ടത്തിന്റെ മുന്നിൽ നിന്ന് പറഞ്ഞാലുള്ള ഒരു അവസ്ഥ, ആ ഒരു ഹ്യൂമിലിയേഷൻ ഒന്ന് ആലോചിച്ച് നോക്കിയേ. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് സ്കൂൾ യൂണിഫോമിന്റെ ടോപ്പ്. ആ ടോപ്പ് ഇവർ പറഞ്ഞ അളവിനേക്കാളും ഒരു ഇത്തിരി എന്തോ കുറഞ്ഞു പോയതിന്റെ പേരില് എന്നെ അത്രയും ആൾക്കാരുടെ മുന്നിൽ സ്ലഡ് ഷെയിം ചെയ്ത ടീച്ചേഴ്സിന്റെ മുഖം എനിക്കിപ്പോഴും വർഷങ്ങൾ കഴിഞ്ഞിട്ടും ആ ഒരു ഇൻസെക്യൂരിറ്റീസ് ഉണ്ട്. നമ്മൾ ഇരിക്കുമ്പോൾ നടക്കുമ്പോൾ ഒക്കെ ഓ എന്തിനാണ് ഇങ്ങനെ ഒരുങ്ങിക്കെട്ടി നടക്കുന്നത്, ചെക്കന്മാരെ കാണിക്കാനല്ലേ എന്ന് അവരന്ന് പറഞ്ഞത് ഇപ്പോഴും ഇടക്ക് നമുക്കിങ്ങനെ മുഴങ്ങി കേൾക്കാൻ പറ്റും. അതുകൊണ്ടൊക്കെ തന്നെയാണ് എന്തൊക്കെ ഒരു പെൺകുട്ടി ഒരുങ്ങി നടന്നു കഴിഞ്ഞാൽ ആ പെൺകുട്ടീന്റെ ഭാഗത്ത് തെറ്റില്ലെങ്കിലും ഒരു ചെറുക്കൻ അവളോട് അപമര്യാദയെ പെരുമാറി കഴിഞ്ഞാൽ സൊസൈറ്റി പറയുന്നത് ഓ ആ പെണ്ണ് അങ്ങനെ നടന്നിട്ടല്ലേ, കാരണം ഇത്രയും വൃത്തിയായിട്ട് ടീച്ചേഴ്സ് ആയിരിക്കും ഇവരെയൊക്കെ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടാവുക. ഇത് കണ്ടിട്ടല്ലേ ആളുകളും പഠിക്കുന്നത്, ഇവരാണല്ലേ ഈ സൊസൈറ്റിയെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ വാഴാറ്റു കണ്ടിട്ട് ഇത്രയും വർഷം കഴിഞ്ഞിട്ടും എനിക്ക് ഇത്രയും റിലേറ്റബിൾ ആയിട്ടുണ്ടെങ്കിൽ, അല്ലെ ഇത്രയും എനിക്കത് ഹേർട്ട് ആയിട്ടുണ്ടെങ്കിൽ, അന്ന് ഒന്നും അറിയാത്ത ആ പ്രായത്തിൽ ഞാൻ എന്തുമാത്രം ഹേർട്ട് ആയിട്ടുണ്ടാവും.